സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് ജിമ്മാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ജിമ്മിലാണെന്ന്. അല്ല, ഇതാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ കറൻ്റ്ലി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BSc ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ഓണേഴ്സ് ഡിഗ്രിയാണ് ചെയ്യുന്നത്. ആൻഡ് ഇത് CUT UG എന്ന് പറയുന്ന എക്സാമിനേഷനിലൂടെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പ്രൊസീജിയേഴ്സും പ്രോസസ്സസൊക്കെ അറിയണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിയാത്തവരാണെങ്കിൽ. അപ്പം ഞാൻ ഇത് എന്ന് പറയുന്നത് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ നാട്ടിലേക്ക് പോവാണ്. 1 മന്തിൽ നമുക്ക് ലീവാണ്. കാരണം 2 സെമ്മ് കഴിഞ്ഞു. 2 സെമ്മ് കഴിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് പോലെ ഓർമ്മയില്ല. കാരണം നമുക്ക് ലേറ്റായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഷടപടയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗംഗാ ഹോസ്റ്റലാണ്. ദേ ഒരാൾ ഇരിക്കുന്നു, മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മെസ്സിലേക്ക് നടക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം, ഈ വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ എനിക്ക് മോസ്റ്റ് അട്രാക്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാരണം മരങ്ങളും പിന്നെ ധാരാളം പൂക്കളുള്ള ചെടികളും പിന്നെ കിളികളും പിന്നെ കുറേ എന്താ പറയുക, നല്ല ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കുറേ മൃഗങ്ങളും ഓരോരോ സാധനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ പന്നിച്ചേട്ടന്മാരെയും കാണാൻ കഴിയലുണ്ട്. രസമാണ് കാണാൻ. അവർ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പം ഇവിടെയുള്ള നമ്മളെ എന്താ പറയുക ഡോഗ്സൊക്കെ അവരെ പേടിപ്പിക്കാൻ വേണ്ടി കളിക്കുന്നതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു റിലാക്സിങ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മളുടെ മദർ തെരേസ മെസ്സാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. ഇതേ വേറെ ഒരാളത് ഉറങ്ങുന്നുണ്ട് കേട്ടോ, നല്ല സുഖമായി ഉറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോർഡാണ് കേട്ടോ. ഇത് മദർ തെരേസ മെസ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ തന്നെ അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാൻ വേണ്ടി മെസ്സിലേക്ക് പോവാം. മെസ്സിൽ നമുക്ക് പ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഏരിയയും കൈ കഴുകാനും പ്ലേറ്റ് കഴുകാനൊക്കെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ കപ്പ് നമ്മൾ തന്നെ എടുക്കണം. നല്ല മൊരിഞ്ഞ ദോശയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യൊക്കെ ഇട്ടിട്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുശാലായിട്ടുണ്ട്. അപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടി പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്നാലേ കാവേരി ഹോസ്റ്റലിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഗേൾസ് ഹോസ്റ്റലിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹോസ്റ്റലാണ് കാവേരി ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെഡുണ്ട്. അവിടെ നമുക്ക് തുണി ആറിയിടാനും യൂസ് ചെയ്യാം. അതിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് നമുക്ക് അലക്കുകല്ലും സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പഴയ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വീട് വിട്ട് വരുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതുമായിട്ട് കോപ്പപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടൊരു വല്ലാത്തൊരു മനപ്രയാസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത്. അയ്യോ പോകണമല്ലോ എന്നുള്ളത്. പിന്നെ ഏറ്റവും ഈ ഒരു ഹോസ്റ്റലിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ടെറസ് പോർഷനാണ് പറയാം. കാരണം അവിടെ പോയിരിക്കുക, ഇപ്പം നമ്മൾ നല്ല എന്താ പറയുക ടെൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് അവിടെ പോയിരിക്കുമ്പോൾ റിലാക്സേഷൻ, ആ ഫ്രണ്ട്സിൻ്റെ കൂടെ പാട്ട് പാടി ഇരിക്കുക, ഡാൻസ് കളിക്കുക ഒക്കെ തന്നെ സൂപ്പറാണ്. സോ ഇതാണ് നമ്മളുടെ വാഷ്റൂമായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടായിട്ട് ബാത്റൂം ഏരിയയും ടോയ്ലറ്റ് ഏരിയയും രണ്ട് ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. അക്കമാരുണ്ട്, അക്കമാർ വന്നിട്ട് അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്, എപ്പോഴും വന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടോയ്ലറ്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. കാരണം ഇത് കാവേരി ഹോസ്റ്റൽ കുറച്ച് ഓൾഡ് ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വാട്ടർ കുള സിസ്റ്റം പോലത്തെ സംഭവമുണ്ട്. അതായത്
നോർമൽ വാട്ടറും കിട്ടും, ഹോട്ട് വാട്ടറും കിട്ടും, കൂൾ വാട്ടറും കിട്ടും. അങ്ങനെയുള്ള വെള്ളം എടുക്കാനുള്ള സാമഗ്രികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ഫസ്റ്റ് ഫ്ലോറായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് അയ കെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ 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 ടെറസുകളുണ്ട്. പക്ഷെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വേഗം മാറ്റണം. ഇതാണ് അവിടുത്തെ വാഷ്റൂമായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ പാക്കിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ തിരക്കിലാണ്, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണം എന്നുള്ള രീതിയിലുള്ളത് കൊണ്ടേ. അതുകൊണ്ട് തന്നെ അധികമായിട്ട് നമുക്കിവിടെ വേസ്റ്റുകളും സംഭവങ്ങളൊക്കെ കാണാൻ, ഇതൊക്കെ പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. സോ ഇതാ ഇവിടെയും നമുക്ക് വെള്ളം എടുക്കാനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഇതാണ് ഡോമെട്രി വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം വരുന്നത്. നമുക്ക് എൻ്റെ റൂമിലേക്ക് പോവാം. ഏകദേശം പാക്കിംഗ് ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബ്ലാക്ക് കവറിനകത്തായിരുന്നു എല്ലാ സാധനങ്ങളും വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കൊണ്ടുപോയി ഡോമിൽ വെക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ബെഡും സാമഗ്രികളൊക്കെ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഈ ബ്ലാക്ക് കവറിൽ ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന പോലെ ആരെയോ തച്ച് കൊന്ന് വെച്ച പോലെ എല്ലാം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ ക്യൂപ്പിക്കിൽ പോയി സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതാണ് തലേ ദിവസം പാക്കിങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ദാരുണമായ അവസ്ഥയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്തു. എൻ്റെ എല്ലാ സാധനങ്ങളും ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് കിടക്കുമായിരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ബീച്ചിൽ നിന്ന് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്, അത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ പൊട്ടിയ കുപ്പിവളകളും ഒക്കെ ഉണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് വെച്ചതാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഷാജി പാപ്പനായി എന്ന് തന്നെ പറയാം. നട്ടും പുറവും പോയി. അങ്ങനെ അവസാനതാ ഡോമിലേക്ക് കുറേ പേര് വെച്ചിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷം ഉള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഡോമിൽ സേഫായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ എൻ്റെ റൂമിനോട് വളരെ സങ്കടത്തോടെ ബായ് പറഞ്ഞു. ബാഗൊക്കെ എടുത്തു. ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ ലഗേജസ് ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് ദൂരം പോകാന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഓട്ടോ അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷെയർ ചെയ്തിട്ട് പോയിട്ട് വലിയ എമൗണ്ട് ഒന്നും തന്നെ ആയിട്ടില്ലായിരുന്നു. ബസ്സിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി ടയേർഡായി പോകുന്നുള്ളതുകൊണ്ട് സാധാരണ എപ്പോഴും നാട്ടിലേക്ക് ബസ്സിൽ തന്നെയാണ് പോവാറ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റീൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അങ്ങനെ അജന്തയിൽ ഇറങ്ങുക, അജന്തയിൽ നിന്ന് നമുക്ക് ഷെയർ ഓട്ടോ അല്ലെങ്കിൽ ബസ് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിട്ടും. അങ്ങനെയാണ് കേട്ടോ വരാറ്. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്, എൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഫൈനലി ഞാൻ ട്രെയിനിലിരുന്ന്, ഞാൻ സൈഡ് അപ്പറാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അത് തന്നെയാണ് ചൂസ് ചെയ്യാറ്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചു. ബ്രെഡും ജാമും അതൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. നാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ മഴയുടെ സൂചന കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ ഉണ്ടായി. പിന്നെ ഫൈനലി ഞാൻ എൻ്റെ അമ്മയെയും ഏട്ടനെയും ഒക്കെ കണ്ടു. അപ്പം തന്നെ ഒരു സന്തോഷമായി. വീട്ടിലേക്ക് എത്തി. പിന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും ശരിക്കും നല്ല സന്തോഷമായി. കാരണം ഇതൊന്നും ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നതാണോ എന്നെല്ലാം പറഞ്ഞ് ഏട്ടനോടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വെച്ചു എന്നുള്ളത്. ഒരു എക്സൈറ്റ്മെൻ്റാണ് അവിടെ കാണുന്നത്. പിന്നെ നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും നാടിൻ്റെ ആ ഭംഗിയും ആ രാവിലത്തെ ആ ഒരു പ്രഭാതത്തിൽ ഓരോരോ കാഴ്ചകളൊക്കെ മനസ്സ് നിറച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, കണ്ണൂരിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വായു. ഫ്രഷായിട്ട് അമ്മൂട്ടീൻ്റെ ഫ്രൂട്ടും കൂടി കഴിച്ചപ്പോഴത്തേക്ക് ആ ഡേ അങ്ങ് കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ നല്ല ഉറക്കത്തിലേക്ക് പോയി. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ചെറിയ വ്ലോഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ട് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.